നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രവാസികളിൽ ഏവരിലും വേദന പടർത്തി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. സൗദി അറേബ്യയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ മരിക്കുകയുണ്ടായി. സൗദിയിൽ അപകടത്തിൽ മരണപ്പെട്ട ആവണാകുഴി താന്നിമൂട് ഹരേരാമ ഹൗസിൽ അശ്വതി വിജയന്റെ മരണവിവരമറിയാതെ മക്കൾ കഴിയുകയാണ്. എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയാൽ മക്കളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ച ശേഷമേ അശ്വതി കിടക്കുകയുള്ളൂ. 2 ദിവസമായി അമ്മയുടെ വിളിയും കാത്തിരിക്കുകയാണ് മക്കളായ 6 വയസ്സുകാരി ദീക്ഷയും 4 വയസ്സുകാരൻ ദയാലും. മരണവിവരമറിഞ്ഞ് വീട്ടിലെത്തുന്നവരെ കണ്ട് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുമെങ്കിലും മരണവിവരം അറിയിക്കാതെ കുഴയുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് പഠനം കഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കിയിരുന്നു. 2 വർഷത്തിലേറെയായി സൗദിയിലെ നജ്റാനിലെ കിങ് ഖാലിദ് സർക്കാർ ആശുപത്രിയിൽ ജോലി നോക്കി വരികയായിരുന്നു. 3 മാസം മുമ്പ് നാട്ടിലെത്തി മടങ്ങിയിരുന്നു. അടുത്ത വരവിന് കുട്ടികൾ ആവശ്യപ്പെടുന്ന കളിക്കോപ്പുകളും വാങ്ങി വരുമെന്ന് മക്കളെ വിളിക്കുമ്പോൾ അശ്വതി പറഞ്ഞിരുന്നു. മക്കളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അശ്വതി മക്കളെ വിളിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് മാത്രമാണ് കുട്ടികൾ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പറയുന്നത്. അതേസമയം മരിച്ച മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും അപകടത്തെ തുടർന്ന് ബന്ധപ്പെട്ടെന്നും തുടർ നടപടികൾ ത്വരിതഗതിയിൽ നടക്കുകയാണെന്നും നോർക്ക റൂട്ട് CEO ഹരികൃഷ്ണൻ കെ നമ്പൂതിരി അറിയിച്ചു. നജ്റാനിലെ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നജ്റാനിലെ സാമൂഹിക പ്രവർത്തകരും UNA സൗദി മേഖലാ നേതൃത്വം ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നജ്റാൻ കിങ് ഖാലിദ് ആശുപത്രിയിലെ നഴ്സുമാരായ കോട്ടയം സ്വദേശിനി ഷിൻസി ഫിലിപ്പ്, തിരുവനന്തപുരം സ്വദേശിനി അശ്വതി വിജയൻ എന്നിവർ വാഹനാപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റ മലയാളി നഴ്സുമാരായ സ്നേഹ, റിൻസി എന്നിവർ നജ്റാൻ ജനറൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മലയാളിയായ ഡ്രൈവർ അജിത് കിങ് ഖാലിദ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. നഴ്സുമാർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.